സക്സസ് ഫയലിലേക്ക് സ്വാഗതം. സെലക്ട് ചെയ്തിട്ടുള്ള 100 ചോദ്യങ്ങളുടെ ഒരു മോഡൽ എക്സാം ആണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ ചെയ്യാൻ പോകുന്നത്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം: കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായി പരിഗണിക്കുന്ന പ്രസ്ഥാനം ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായിട്ട് പരിഗണിക്കുന്ന പ്രസ്ഥാനം സമത്വ സമാജമാണ്. സമത്വ സമാജം. മൂലകങ്ങളുടെ വർഗീകരണവുമായി ബന്ധപ്പെട്ട ത്രികങ്ങൾ എന്ന ആശയം മുന്നോട്ട് വെച്ച ശാസ്ത്രജ്ഞൻ ആര്? മൂലകങ്ങളുടെ വർഗീകരണവുമായി ബന്ധപ്പെട്ട ത്രികങ്ങൾ എന്ന ആശയം മുന്നോട്ട് വെച്ച ശാസ്ത്രജ്ഞൻ ഡോബറൈനർ ആണ്. ഡോബറൈനർ. ത്രികങ്ങൾ. ഡോബറൈനർ. സാധാരണ ഊഷ്മാവിൽ വായുവിലൂടെയുള്ള ശബ്ദത്തിന്റെ വേഗം എത്ര? സാധാരണ ഊഷ്മാവിൽ വായുവിലൂടെയുള്ള ശബ്ദത്തിന്റെ വേഗം എത്ര? 340 മീറ്റർ പെർ സെക്കൻഡ് ആണ്. 340 മീറ്റർ പെർ സെക്കൻഡ്. ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ആകെ ഗതികോർജത്തിന്റെ അളവ്. ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ആകെ ഗതികോർജത്തിന്റെ അളവാണ് താപം. ഗതികോർജത്തിന്റെ അളവ് താപം. ദേശീയ തൊഴിലുറപ്പ് നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം. ദേശീയ തൊഴിലുറപ്പ് നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം 2005 ആണ്. 2005. രാജ്യത്ത് ആദ്യമായി ജലാശയങ്ങളുടെ ഡിജിറ്റൽ ഭൂപടം തയ്യാറാക്കുന്ന സംസ്ഥാനം കേരളം. രാജ്യത്ത് ആദ്യമായിട്ട് ജലാശയങ്ങളുടെ ഡിജിറ്റൽ ഭൂപടം തയ്യാറാക്കുന്ന സംസ്ഥാനമാണ് കേരളം. സ്ത്രീകൾക്ക് ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിച്ചുകൊണ്ട് ശക്തി പദ്ധതി ആരംഭിച്ച സംസ്ഥാനം. സ്ത്രീകൾക്ക് ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിച്ചുകൊണ്ട് ശക്തി പദ്ധതി ആരംഭിച്ച സംസ്ഥാനമാണ് കർണാടക. ഓപ്ഷൻ ബി, കർണാടക. പ്രകൃതി ദുരന്തങ്ങളോ മാനുഷിക പ്രതിസന്ധിയോ ബാധിച്ച ഏതൊരു വികസ്വര രാജ്യത്തിനും ഇന്ത്യ ആവശ്യ മെഡിക്കൽ സപ്ലൈ നൽകുന്ന പദ്ധതി. പ്രകൃതി ദുരന്തങ്ങളോ മാനുഷിക പ്രതിസന്ധിയോ ബാധിച്ച ഏതൊരു വികസ്വര രാജ്യത്തിനും ഇന്ത്യ അവശ്യ മെഡിക്കൽ സപ്ലൈ നൽകുന്ന പദ്ധതിയാണ് ആരോഗ്യ മൈത്രി. ഓപ്ഷൻ എ, ആരോഗ്യ മൈത്രി. സമുദ്രശില എന്ന നോവൽ രചിച്ചത്. സമുദ്രശില. സുഭാഷ് ചന്ദ്രൻ. സമുദ്രശില എന്ന നോവൽ രചിച്ചത് ആരാണ്? സുഭാഷ് ചന്ദ്രൻ ആണ്. സുഭാഷ് ചന്ദ്രൻ. 2023 സെപ്റ്റംബർ 17 പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ ദേശീയ പതാക ഉയർത്തിയത് ആരാണ്? 2023 സെപ്റ്റംബർ 17 പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ ദേശീയ പതാക ഉയർത്തിയത് ജഗ്ദീപ് ധൻഖർ ആണ്. ജഗ്ദീപ് ധൻഖർ. എത്ര വർഷത്തേക്കാണ് 106 ഭരണഘടനാ ഭേദഗതി പ്രകാരം പാർലമെന്റിൽ വനിതകൾക്ക് സംവരണം ചെയ്തിരിക്കുന്നത്? എത്ര വർഷത്തേക്കാണ് 106 ഭരണഘടനാ ഭേദഗതി പ്രകാരം പാർലമെന്റിൽ വനിതകൾക്ക് സംവരണം ചെയ്തിരിക്കുന്നത്? 15 വർഷത്തേക്കാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. 15. പിയറെ അഗസ്റ്റിനി, ഫെറൻക് ക്രൗസ്, ആൻ എൽ ഹൂലിയർ എന്നിവർ ഏത് വിഷയത്തിലാണ് 2023 നോബൽ പുരസ്കാരം നേടിയത്? നോബൽ പുരസ്കാരം നേടിയത് ഭൗതിക ശാസ്ത്രത്തിനാണ്. ഭൗതിക ശാസ്ത്രം. പിയറെ അഗോസ്റ്റിനി, ഫെറൻക് ക്രൗസ്, ആൻ എൽ ഹൂലിയർ. ഭൗതിക ശാസ്ത്രത്തിനാണ് നോബൽ പുരസ്കാരം നേടിയത്. ഇന്ത്യൻ വ്യോമസേനയുടെ പതാകയിൽ ഇടം പിടിച്ച പക്ഷി. ഇന്ത്യൻ വ്യോമസേനയുടെ പതാകയിൽ ഇടം പിടിച്ച പക്ഷി ഹിമാലയൻ പരുന്താണ്. ഓപ്ഷൻ എ, ഹിമാലയൻ പരുന്ത്. ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റിലുണ്ടായ തീപിടുത്തത്തിൽ കൊച്ചി കോർപ്പറേഷന് 100 കോടി രൂപ പിഴ ചുമത്തിയ നീതിപീഠം. ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റിലുണ്ടായ തീപിടുത്തത്തിൽ
കൊച്ചി കോർപ്പറേഷന് 100 കോടി രൂപ പിഴ ചുമത്തിയ നീതിപീഠം ദേശീയ ഹരിത ട്രിബ്യൂണലാണ്. ദേശീയ ഹരിത ട്രിബ്യൂണൽ. ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് എത്ര രൂപ നാണയമാണ് പുറത്തിറക്കിയത്? ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് എത്ര രൂപ നാണയമാണ് പുറത്തിറക്കിയത്? 75 രൂപ നാണയമാണ് പുറത്തിറക്കിയത്. 75 രൂപ നാണയം. 1857 കലാപ കേന്ദ്രങ്ങളും നേതാക്കന്മാരെയും തന്നിരിക്കുന്നു. ശരിയായവ ഏത്? തന്നിരിക്കുന്നു ബറേലിയിലെ ഖാൻ ബഹാദൂർ ഖാൻ, അലഹബാദിലെ മൗലവി ലിയാഖത്ത് അലി, ആരയിലെ കൻവർ സിംഗ്, ഫൈസാബാദിലെ മൗലവി അഹമ്മദുള്ള. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 1, 2, 3, 4. 4 ശരിയാണ്. ബറേലിയിലെ ഖാൻ ബഹാദൂർ ഖാൻ, അലഹബാദിലെ മൗലവി ലിയാഖത്ത് അലി, ആരയിലെ കൻവർ സിംഗ്, ഫൈസാബാദിലെ മൗലവി അഹമ്മദുള്ള. അടുത്ത ചോദ്യം, ഗ്ലാസ് നിർമ്മാണത്തിന് പ്രസിദ്ധമായ ഇന്ത്യയിലെ സ്ഥലം. ഗ്ലാസ് നിർമ്മാണത്തിന് പ്രസിദ്ധമായ ഇന്ത്യയിലെ സ്ഥലം ഫിറോസാബാദ് ആണ്. ഫിറോസാബാദ്. ചുവടെ കൊടുത്തവയിൽ വിദ്യാഭ്യാസ അവകാശ നിയമവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? തന്നിരിക്കുന്നു നിയമം നിലവിൽ വന്നത് 2010 ഏപ്രിൽ 1. പാർലമെന്റ് പാസാക്കിയത് 2009 ഓഗസ്റ്റ് 25. വിദ്യാഭ്യാസത്തിനുള്ള അവകാശം മൗലികാവകാശമാക്കി. വിദ്യാഭ്യാസത്തെ മൗലികാവകാശമാക്കി മാറ്റിയപ്പോൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത വകുപ്പ് 21A. അപ്പോൾ വിദ്യാഭ്യാസ അവകാശ നിയമവുമായിട്ട് ബന്ധപ്പെട്ട തെറ്റായിട്ടുള്ള പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. പാർലമെന്റ് പാസാക്കിയത് 2009 ഓഗസ്റ്റ് 4. 2009 ഓഗസ്റ്റ് 4. വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് 2010 ഏപ്രിൽ 1. ശരിയാണ്. വിദ്യാഭ്യാസത്തിനുള്ള അവകാശം മൗലികാവകാശമാക്കി. ശരിയാണ്. വിദ്യാഭ്യാസത്തെ മൗലികാവകാശമാക്കി മാറ്റിയപ്പോൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത വകുപ്പ് 21A ആണ്. ശരിയാണ്. അടുത്ത ചോദ്യം, താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ഇടുക്കി ജില്ലയുമായി ബന്ധപ്പെട്ട് തെറ്റായത് ഏത്? തന്നിരിക്കുന്നു 1972 ജനുവരി 26 രൂപീകരിച്ചു. കേരളത്തിന്റെ പഴക്കൂട എന്നറിയപ്പെടുന്ന ജില്ല. ഇന്ത്യയിലെ ആദ്യത്തെ ബാല സൗഹൃദ ജില്ല. ഇന്ത്യയിലെ ആദ്യ പോളിയോ വിമുക്ത ജില്ല. ഇടുക്കി ജില്ലയുമായി ബന്ധപ്പെട്ടിട്ട് തെറ്റായതാണ് ചോദിച്ചിരിക്കുന്നത്. തെറ്റായിട്ടുള്ള പ്രസ്താവന ഓപ്ഷൻ ഡി ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ പോളിയോ വിമുക്ത ജില്ല ഏതാണ്? പത്തനംതിട്ട ജില്ലയാണ്. പത്തനംതിട്ട ജില്ല. 1972 ജനുവരി 26 രൂപീകരിച്ചു. ശരിയാണ്. കേരളത്തിന്റെ പഴക്കൂട എന്നറിയപ്പെടുന്ന ജില്ല ഏതാണ്? ഇടുക്കി ജില്ലയാണ്. ശരിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ബാല സൗഹൃദ ജില്ല ഇടുക്കി ജില്ലയാണ്. ശരിയാണ്. അടുത്ത ചോദ്യം, എന്താണ് ഡാർട്ട് സിസ്റ്റം? ഡാർട്ട് സുനാമി മുന്നറിയിപ്പ് സംവിധാനമാണ്. സുനാമി മുന്നറിയിപ്പ് സംവിധാനം ഡാർട്ട് സിസ്റ്റം. ബർദോളി സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ഇദ്ദേഹമായിരുന്നു. ബർദോളി സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് സർദാർ വല്ലഭായ് പട്ടേൽ. ബർദോളി സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് സർദാർ വല്ലഭായ് പട്ടേൽ. ഭിലായ് ഇരുമ്പുരുക്ക് നിർമ്മാണശാല ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ആരംഭിച്ചത്? ഭിലായ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 1956 to 61. രണ്ടാമത്തെ പഞ്ചവത്സര പദ്ധതി കാലത്ത് 1956 to 61. ലോക മണ്ണ് ദിനമായിട്ട് ആചരിക്കുന്ന ദിവസം ഏതാണ്? ലോക മണ്ണ് ദിനമായിട്ട് ആചരിക്കുന്ന ദിവസം ഡിസംബർ 5 ആണ്. ഡിസംബർ 5. ചുവടെ പറയുന്ന കേരളത്തിലെ പ്രധാന പക്ഷി സങ്കേതങ്ങൾ അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകൾ എന്നിവയിൽ ശരിയായത് ഏത്? തന്നിരിക്കുന്നു കുമരകം പക്ഷി സങ്കേതം കോട്ടയം, അരിപ്പ പക്ഷി സങ്കേതം തിരുവനന്തപുരം, മംഗളവനം പക്ഷി സങ്കേതം എറണാകുളം, ചൂലന്നൂർ പക്ഷി സങ്കേതം പാലക്കാട്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. 1, 2, 3, 4 എന്നിവ. കുമരകം പക്ഷി സങ്കേതം ഏത് ജില്ലയിലാണ്? കോട്ടയം ജില്ലയിലാണ്. ശരിയാണ്. അരിപ്പ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. ശരിയാണ്. മംഗളവനം പക്ഷി സങ്കേതം എറണാകുളം ജില്ല, ചൂലന്നൂർ പക്ഷി സങ്കേതം പാലക്കാട്. ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി
ജോൺ ജോസഫ് മർഫിയാണ്. ജോൺ ജോസഫ് മർഫിയാണ് ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി. ചുവടെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണെന്ന് കണ്ടെത്തുക. മനുഷ്യ ശരീരത്തിൽ ആഹാരത്തിന്റെ ദഹനത്തിന് സഹായിക്കുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. ഹൈഡ്രോക്ലോറിക് ആസിഡ് മ്യൂറിയാറ്റിക് ആസിഡ് എന്നും അറിയപ്പെടുന്നു. ഓയിൽ ഓഫ് വിട്രിയോൾ എന്നറിയപ്പെടുന്നത് സൾഫ്യൂരിക് ആസിഡ് ആണ്. കാർ ബാറ്ററികളിൽ ഉപയോഗിക്കുന്നത് സൾഫ്യൂരിക് ആസിഡ് ആണ്. ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതെല്ലാമാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി. 1, 2, 3, 4 എന്നിവ. മനുഷ്യ ശരീരത്തിൽ ആഹാരത്തിന്റെ ദഹനത്തിന് സഹായിക്കുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. ശരിയാണ്. ഹൈഡ്രോക്ലോറിക് ആസിഡ് മ്യൂറിയാറ്റിക് ആസിഡ് എന്നും അറിയപ്പെടുന്നു. ശരിയാണ്. ഓയിൽ ഓഫ് വിട്രിയോൾ എന്നറിയപ്പെടുന്നത് സൾഫ്യൂരിക് ആസിഡ് ആണ്. ശരിയാണ്. കാർ ബാറ്ററികളിൽ ഉപയോഗിക്കുന്നത് സൾഫ്യൂരിക് ആസിഡ് ആണ്. ശരിയാണ്. അടുത്ത ചോദ്യം. ഇന്ത്യയിൽ ഒരു യൂണിവേഴ്സിറ്റി വിക്ഷേപിച്ച ആദ്യ ഉപഗ്രഹമാണ് അന്യൂസാറ്റ്. ഏത് യൂണിവേഴ്സിറ്റിയാണ് ഇത് വിക്ഷേപിച്ചത്? അന്യൂസാറ്റ് വിക്ഷേപിച്ചത് അണ്ണാ യൂണിവേഴ്സിറ്റിയാണ്. അണ്ണാ യൂണിവേഴ്സിറ്റി. അടുത്ത ചോദ്യം. മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിരിക്കുന്നത് ഏത് രാജ്യത്തു നിന്നുമാണ്? മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിരിക്കുന്നത് അയർലൻഡിൽ നിന്നുമാണ്. ഓപ്ഷൻ എ അയർലൻഡ്. വെള്ളവും വളവും കണികാരൂപത്തിൽ ട്രിപ്പുകളിൽ നൽകുന്ന കൃഷി രീതി അറിയപ്പെടുന്നത്? വെള്ളവും വളവും കണികാരൂപത്തിൽ ഡ്രിപ്പുകളിൽ നൽകുന്ന കൃഷി രീതി അറിയപ്പെടുന്നത് ഫെർട്ടിഗേഷൻ എന്നാണ്. ഫെർട്ടിഗേഷൻ. വായുവേഗത്തിൽ ചലിക്കുമ്പോൾ മർദ്ദം കുറയുന്നു. ഇതുമായി ബന്ധപ്പെട്ട തത്വം ഏത്? വായുവേഗത്തിൽ ചലിക്കുമ്പോൾ മർദ്ദം കുറയുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ടത് ബർണോളിസ് നിയമമാണ്. ബർണോളിസ് നിയമം. ഏത് ജീവിതശൈലി രോഗത്തിന്റെ വകഭേദങ്ങളാണ് ഗൈനോയിഡ്, ആൻഡ്രോയിഡ് എന്നിവ? ഗൈനോയിഡ്, ആൻഡ്രോയിഡ്. പൊണ്ണത്തടിയാണ്. ഓപ്ഷൻ സി പൊണ്ണത്തടി. ചുവടെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? തന്നിരിക്കുന്നു. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരെയുള്ള അതിക്രമം തടയുന്നതിനുള്ള നിയമമായ പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് നിലവിൽ വന്നത് 1990 ജനുവരി 30-നാണ്. ഗാർഹിക പീഡന നിരോധന നിയമം നിലവിൽ വന്നത് 2006 ഒക്ടോബർ 26-നാണ്. സ്ത്രീധന നിരോധന നിയമം നിലവിൽ വന്നത് 1961-ലാണ്. പോക്സോ ആക്ട് നിലവിൽ വന്നത് 2012-ലാണ്. ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏത് എന്താണ് ചോദ്യം. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരെയുള്ള അതിക്രമം തടയുന്നതിനുള്ള നിയമമായ പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് നിലവിൽ വന്നത് 1990 ജനുവരി 30-നാണ്. ഗാർഹിക പീഡന നിരോധന നിയമം നിലവിൽ വന്നത് 2006 ഒക്ടോബർ 26-നാണ്. സ്ത്രീധന നിരോധന നിയമം നിലവിൽ വന്നത് 1961-ലാണ്. പോക്സോ ആക്ട് നിലവിൽ വന്നത് 2012-ലാണ്. അടുത്ത ചോദ്യം. വേലുത്തമ്പി ദളവ ജീവത്യാഗം ചെയ്തത് ഏത് വർഷമായിരുന്നു? വേലുത്തമ്പി ദളവ ജീവത്യാഗം ചെയ്ത വർഷം 1809 ഓപ്ഷൻ എ 1809. ഒരു കാന്തിക മണ്ഡലത്തിന്റെ സ്വാധീനം കാരണം കാന്തവൽക്കരിക്കപ്പെടാനുള്ള കാന്തിക വസ്തുക്കളുടെ കഴിവാണ് വശഗത. ഒരു കാന്തിക മണ്ഡലത്തിന്റെ സ്വാധീനം കാരണം കാന്തവൽക്കരിക്കപ്പെടാനുള്ള കാന്തിക വസ്തുക്കളുടെ കഴിവ് വശഗത. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കി. ശബ്ദത്തിന്റെ ആവൃത്തി അളക്കുന്നത് ഏത് യൂണിറ്റ് ഉപയോഗിച്ചാണ്? ശബ്ദത്തിന്റെ ആവൃത്തി ഹെഡ്സ് ആണ്. ഹെഡ്സ്. ശബ്ദത്തിന്റെ ആവൃത്തി അളക്കുന്നത് ഏത് യൂണിറ്റ് ഉപയോഗിച്ചാണ്? ഹെഡ്സ്. ചലനത്തെക്കുറിച്ചുള്ള പഠനം. ചലനത്തെക്കുറിച്ചുള്ള പഠനമാണ് ഡൈനാമിക്സ്. ചലനത്തെക്കുറിച്ചുള്ള പഠനം ഡൈനാമിക്സ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതിലൂടെയാണ് ശബ്ദം കടന്നു പോകാത്തത്? ശബ്ദം കടന്നു പോകാത്തത്
ശൂന്യതയിലൂടെയാണ്. ശൂന്യത. പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ രൂപം കൊള്ളുന്ന വാതകം. പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ രൂപം കൊള്ളുന്നത് ഡയോക്സിൻ ആണ്. ഓപ്ഷൻ സി, ഡയോക്സിൻ. ഏത് രോഗമാണ് നാവികരുടെ പ്ലേഗ് എന്ന് അറിയപ്പെടുന്നത്? നാവികരുടെ പ്ലേഗ് സ്കർവിയാണ്. സ്കർവി. റൈബോഫ്ലാവിൻ ഏത് വിറ്റാമിൻ്റെ രാസനാമമാണ്? റൈബോഫ്ലാവിൻ വിറ്റാമിൻ B2 ആണ്. വിറ്റാമിൻ B2വിൻ്റെ രാസനാമമാണ് റൈബോഫ്ലാവിൻ. ചെറുകുടലിൽ ജലം ആഗിരണം ചെയ്യപ്പെടുന്ന രീതി. ചെറുകുടലിൽ ജലം ആഗിരണം ചെയ്യപ്പെടുന്ന രീതിയാണ് ഓസ്മോസിസ്. ഓപ്ഷൻ സി, ഓസ്മോസിസ്. മനുഷ്യ ശരീരത്തിൽ സംഭരിച്ചു വെക്കുന്ന വിറ്റാമിനുകൾ ചുവടെ പറയുന്നവയിൽ ഏതെല്ലാമാണ്? മനുഷ്യ ശരീരത്തിൽ സംഭരിച്ചു വെക്കുന്ന വിറ്റാമിനുകൾ ചുവടെ പറയുന്നവയിൽ ഏതെല്ലാമാണ്? വിറ്റാമിൻ A, D, K എന്നിവയാണ് മനുഷ്യ ശരീരത്തിൽ സംഭരിച്ചു വെക്കുന്നത്. A, D, K. ആദ്യമായി കണ്ടെത്തിയ സസ്യ ഹോർമോൺ ഓക്സിൻ ആണ്. ആദ്യമായി കണ്ടെത്തിയ സസ്യ ഹോർമോൺ ഏതാണ്? ഓക്സിൻ. അന്തരീക്ഷത്തിലെ ഏതു പാളിയിലാണ് ഓസോൺ ഉള്ളത്? ഓസോൺ സ്ട്രാറ്റോസ്ഫിയറിലാണ്. സ്ട്രാറ്റോസ്ഫിയർ. അന്തരീക്ഷത്തിലെ ഏതു പാളിയിലാണ് ഓസോൺ ഉള്ളത്? സ്ട്രാറ്റോസ്ഫിയർ. ലോക ഹീമോഫീലിയ ദിനം. ലോക ഹീമോഫീലിയ ദിനം ഏപ്രിൽ 17 ആണ്. ഏപ്രിൽ 17. ടിൻകൽ ഏത് മൂലകത്തിന്റെ അയിരാണ്? ടിൻകൽ ബോറോണിന്റെ അയിരാണ് ടിൻകൽ. ബോറോൺ. 10 സിദ്ധാന്തങ്ങൾ ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 10 സിദ്ധാന്തങ്ങൾ ആര്യ സമാജവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. 10 സിദ്ധാന്തങ്ങൾ ആര്യ സമാജം. ചലച്ചിത്രങ്ങളുടെ പ്രദർശനാനുമതി ഭരണഘടനയുടെ ഏത് ലിസ്റ്റിൽ പെടുന്നു? ചലച്ചിത്രങ്ങളുടെ പ്രദർശനാനുമതി യൂണിയൻ ലിസ്റ്റിലാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. യൂണിയൻ ലിസ്റ്റ്. റേച്ചൽ കാഴ്സൺ രചിച്ച സൈലന്റ് സ്പ്രിംഗ് എന്ന ഗ്രന്ഥത്തിലെ പ്രതിപാദ്യ വിഷയം DDT ആണ്. സൈലന്റ് സ്പ്രിംഗ് പ്രതിപാദ്യ വിഷയം DDT. രചിച്ചത് റേച്ചൽ കാഴ്സൺ. വജ്രമോതിരം എന്ന പ്രതിഭാസം കാണുന്നത് ഏത് പ്രതിഭാസത്തിലാണ്? വജ്രമോതിരം പൂർണ്ണ സൂര്യഗ്രഹണത്തിലാണ്. പൂർണ്ണ സൂര്യഗ്രഹണം. ട്യൂമറുകളെ കുറിച്ചുള്ള പഠനമാണ് ഓങ്കോളജി. ട്യൂമറുകളെ കുറിച്ചുള്ള പഠനമാണ് ഓങ്കോളജി. ഒരു പ്രാവശ്യം ഹൃദയമിടിക്കുന്നതിനാവശ്യമായ സമയം. ഒരു പ്രാവശ്യം ഹൃദയമിടിക്കുന്നതിനാവശ്യമായ സമയം 0.8 സെക്കൻഡ് ആണ്. 0.8 സെക്കൻഡ്. ആംനെസ്റ്റി എന്ന വാക്കിനർത്ഥം. ആംനെസ്റ്റി പൊതുമാപ്പ് എന്നാണ് ആംനെസ്റ്റി എന്ന വാക്കിന് അർത്ഥം. പൊതുമാപ്പ്. തകർന്ന ബാങ്കിൽ മാറാൻ നൽകിയ കാലഹരണപ്പെട്ട ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ക്രിപ്സ് മിഷനെയാണ്. തകർന്ന ബാങ്കിൽ മാറാൻ നൽകിയ കാലഹരണപ്പെട്ട ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ക്രിപ്സ് മിഷനെയാണ്. റെഡ് ഡാറ്റ ബുക്ക് തയ്യാറാക്കുന്ന അന്താരാഷ്ട്ര ഏജൻസി IUCN ആണ്. റെഡ് ഡാറ്റ ബുക്ക് തയ്യാറാക്കുന്ന അന്താരാഷ്ട്ര ഏജൻസി ഏതാണ്? IUCN. കുട്ടികളിൽ മാത്രം പ്രവർത്തിക്കുന്ന ഗ്രന്ഥി ഏതാണ്? കുട്ടികളിൽ മാത്രം പ്രവർത്തിക്കുന്നത് തൈമസ് ഗ്രന്ഥിയാണ്. തൈമസ് ഗ്രന്ഥി. K-ഫോൺ പദ്ധതി പ്രഖ്യാപിക്കപ്പെട്ടത്. K-ഫോൺ പദ്ധതി പ്രഖ്യാപിക്കപ്പെട്ടത് 2020-21 K-ഫോൺ പദ്ധതി പ്രഖ്യാപിക്കപ്പെട്ടത്. 2020-21. തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഭരണാധികാരി ആരാണ്? തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഭരണാധികാരി ഗൗരി പാർവതി ഭായ് ആണ്. ഗൗരി പാർവതി ഭായ്. മഹാനദിയുടെ പോഷക നദിയാണ് ഷിയോനാഥ് നദി. മഹാനദി. ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്ന വർഷം. ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്ന വർഷം 1959. ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്ന വർഷം 1959. ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ എന്നത് ദേശീയപാത പദ്ധതിയാണ്. ദേശീയപാത പദ്ധതിയാണ് ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ എന്നത്. മനുഷ്യ ശരീരത്തിൽ വൃക്കകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണിന്റെ പേര് എറിത്രോപോയറ്റിൻ. എറിത്രോപോയറ്റിൻ എന്നതാണ്
മനുഷ്യ ശരീരത്തിൽ വൃക്കകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണിന്റെ പേര് എറിത്രോപോയറ്റിൻ. വലിയ തോത് ഭൂപടങ്ങൾക്ക് ഉദാഹരണമാണ് ധരാതലീയ ഭൂപടം. വലിയ തോത് ഭൂപടങ്ങൾക്ക് ഉദാഹരണം ധരാതലീയ ഭൂപടം. ഏതിന്റെ പോഷക നദിയാണ് ദിബാങ്? ദിബാങ് ഏതിന്റെ പോഷക നദിയാണ്? ബ്രഹ്മപുത്രയുടെ പോഷക നദിയാണ് ദിബാങ്, ബ്രഹ്മപുത്ര. പ്ലാന്റ് ഇക്കോണമി ഫോർ ഇന്ത്യ എന്ന കൃതി എഴുതിയതാര്? പ്ലാന്റ് ഇക്കോണമി ഫോർ ഇന്ത്യ എന്ന കൃതി എഴുതിയത് എം വിശ്വേശ്വരയ്യയാണ്. എം വിശ്വേശ്വരയ്യയാണ് പ്ലാന്റ് ഇക്കോണമി ഫോർ ഇന്ത്യ എന്ന കൃതി എഴുതിയത്. ഇന്ത്യയിലെ കാലാവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുന്നതിന് ഉപയോഗിക്കുന്ന പദം. ഇന്ത്യയിലെ കാലാവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുന്നതിന് ഉപയോഗിക്കുന്ന പദം ട്രോപ്പിക്കൽ മൺസൂൺ എന്നാണ്. ട്രോപ്പിക്കൽ മൺസൂൺ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായ വർഷം 1885 ആണ്. 1885. ISRO സ്ഥാപിക്കപ്പെട്ട വർഷം. ISRO 1969 ആണ്. 1969. കേരളത്തിലെ ഏറ്റവും ചെറിയ ഗ്രാമപഞ്ചായത്ത് ഏത്? കേരളത്തിലെ ഏറ്റവും ചെറിയ ഗ്രാമപഞ്ചായത്ത് വളപട്ടണമാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ഗ്രാമപഞ്ചായത്ത് വളപട്ടണം. തീ കായുമ്പോൾ ചൂട് ലഭിക്കുന്നത് ഏതിനം താപപ്രസരണമാണ്? തീ കായുമ്പോൾ ചൂട് ലഭിക്കുന്നത് വികിരണമാണ്. ഓപ്ഷൻ ഡി, വികിരണം. വന്ദേ മാതരത്തിന് സംഗീതം നൽകിയ വ്യക്തി. വന്ദേ മാതരത്തിന് സംഗീതം നൽകിയ വ്യക്തി ജദുനാഥ് ഭട്ടാചാര്യയാണ്. ജദുനാഥ് ഭട്ടാചാര്യ. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ടക്കായൽ. ശാസ്താംകോട്ടക്കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോട് ജില്ലയിലാണ്. കോഴിക്കോട്. ഇന്ത്യയിലെ ആദ്യത്തെ കൽക്കരി ഖനി. ഇന്ത്യയിലെ ആദ്യത്തെ കൽക്കരി ഖനി റാണിഗഞ്ച് ആണ്. റാണിഗഞ്ച്. തമിഴ്നാട് സംസ്ഥാനത്തിന്റെ ദേശീയ മൃഗം ഏതാണ്? തമിഴ്നാട് സംസ്ഥാനത്തിന്റെ ദേശീയ മൃഗം വരയാടാണ്. വരയാട്. അംബേദ്കറുടെ സമാധി സ്ഥലം ഏത് പേരിൽ അറിയപ്പെടുന്നു? അംബേദ്കറുടെ സമാധി സ്ഥലം അറിയപ്പെടുന്നത് ചൈത്രഭൂമി. അംബേദ്കറുടെ സമാധി സ്ഥലം ഏത് പേരിൽ അറിയപ്പെടുന്നു? ചൈത്രഭൂമി. വാസ്കോ ഡ ഗാമ കോഴിക്കോട് വന്നിറങ്ങിയ കപ്പലിന്റെ പേര്. വാസ്കോ ഡ ഗാമ കോഴിക്കോട് വന്നിറങ്ങിയ കപ്പലിന്റെ പേര് സെന്റ് ഗബ്രിയേൽ. ഓപ്ഷൻ സി, സെന്റ് ഗബ്രിയേൽ. ചൂടാകുമ്പോൾ നഷ്ടപ്പെടുന്ന ജീവകമാണ് ജീവകം സി. ചൂടാകുമ്പോൾ നഷ്ടപ്പെടുന്ന ജീവകം സി. സൈലന്റ് വാലി ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം സിംഹവാലൻ കുരങ്ങാണ്. സൈലന്റ് വാലി ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെടുന്നത് സിംഹവാലൻ കുരങ്ങ്. കേന്ദ്ര സർക്കാരിന്റെ മുഖ്യ നിയമോപദേഷ്ടാവ് എന്നറിയപ്പെടുന്നത്. കേന്ദ്ര സർക്കാരിന്റെ മുഖ്യ നിയമോപദേഷ്ടാവ് എന്നറിയപ്പെടുന്നത് അറ്റോർണി ജനറൽ ആണ്. അറ്റോർണി ജനറൽ. കേരളത്തിലെ എവിടെയാണ് ഭാരതീയ സുഗന്ധ വിള ഗവേഷണ കേന്ദ്രം? ഭാരതീയ സുഗന്ധ വിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ്. കോഴിക്കോട്. ആന്തര സമസ്ഥിതി പരിപാലനത്തിന് പ്രധാന പങ്ക് വഹിക്കുന്ന മസ്തിഷ്ക ഭാഗം ഹൈപ്പോതലാമസ് ആണ്. ആന്തര സമസ്ഥിതി പരിപാലനത്തിന് പ്രധാന പങ്ക് വഹിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് ഹൈപ്പോതലാമസ്. തിരുവിതാംകൂർ സ്റ്റേറ്റ് മാനുവൽ രചിച്ചത് ആര്? തിരുവിതാംകൂർ സ്റ്റേറ്റ് മാനുവൽ രചിച്ചത് നാഗം അയ്യയാണ്. നാഗം അയ്യയാണ് തിരുവിതാംകൂർ സ്റ്റേറ്റ് മാനുവൽ രചിച്ചത്. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ താഴെ പറയുന്നവയിൽ ഏതാണ്? ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ മിശ്ര സമ്പദ് വ്യവസ്ഥയാണ്. മിശ്ര സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ. ജലത്തിന്റെ ക്രിട്ടിക്കൽ കോൺ എത്രയാണ്? ജലത്തിന്റെ ക്രിട്ടിക്കൽ കോൺ 48.6 ഡിഗ്രിയാണ്. 48.6 ഡിഗ്രിയാണ് ജലത്തിന്റെ ക്രിട്ടിക്കൽ കോൺ. കൊച്ചി എണ്ണ ശുദ്ധീകരണശാലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച വിദേശ രാജ്യം അമേരിക്കയാണ്. കൊച്ചി എണ്ണ ശുദ്ധീകരണശാലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച വിദേശ രാജ്യം അമേരിക്ക. രക്തത്തിൽ കാൽഷ്യത്തിന്റെ അളവ് കുറയുന്നത് മൂലമുണ്ടാകുന്ന രോഗം. രക്തത്തിൽ
കാൽഷ്യത്തിന്റെ അളവ് കുറയുന്നത് മൂലമുണ്ടാകുന്നത് ടെറ്റനിയാണ്. ടെറ്റനി. ജൈവ മരുഭൂമി എന്നറിയപ്പെടുന്ന നദി. ജൈവ മരുഭൂമി ദാമോദറാണ് ജൈവ മരുഭൂമി എന്നറിയപ്പെടുന്ന നദി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് ഏതിൽ നിന്നാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് കൽക്കരിയിൽ നിന്നുമാണ്. കൽക്കരി. പഹൽ എന്തുമായി ബന്ധപ്പെട്ടതാണ്? പഹൽ സ്കീം, പഹൽ പദ്ധതി. പാചകവാതക സബ്സിഡിയുടെ വിതരണവുമായി ബന്ധപ്പെട്ടതാണ് പഹൽ പദ്ധതി. പാചകവാതക സബ്സിഡിയുടെ വിതരണം. വാതകാവസ്ഥയിലെ ലായനിക്ക് ഉദാഹരണം. വാതകാവസ്ഥയിലെ ലായനിക്ക് ഉദാഹരണം വായു. ഓപ്ഷൻ ബി, വായു. താഴെ കൊടുക്കുന്നവയിൽ ഏറ്റവും ക്ഷമത കൂടിയ ഇന്ധനം. ഏറ്റവും ക്ഷമത കൂടിയത് ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ. ദേശീയ പൈതൃക മൃഗം ആന. ദേശീയ പൈതൃക മൃഗം ആന. ആറ്റത്തിന്റെ പ്ലം പുഡിംഗ് മാതൃക അവതരിപ്പിച്ചത് ആര്? ആറ്റത്തിന്റെ പ്ലം പുഡിംഗ് മാതൃക അവതരിപ്പിച്ചത് ജെ തോംസൺ ആണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. ജെ തോംസൺ. 1888 നടന്ന ചരിത്ര പ്രസിദ്ധമായ സംഭവം. 1888 അരുവിപ്പുറം പ്രതിഷ്ഠയാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അരുവിപ്പുറം പ്രതിഷ്ഠ. ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ കേരളത്തിലെ പ്രദേശം. ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ കേരളത്തിലെ പ്രദേശം വയനാട്. കേരളത്തിലാകെ മുനിസിപ്പാലിറ്റികളുടെ എണ്ണം 87. കേരളത്തിലാകെ മുനിസിപ്പാലിറ്റികളുടെ എണ്ണം 87. രാജ്യസഭയുടെ കാലാവധി. രാജ്യസഭ സ്ഥിരം സഭയാണ്. രാജ്യസഭ സ്ഥിരം സഭയാണ്. അവസാനത്തെ ചോദ്യം. കാതുമുറി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ വനിത. കാതുമുറി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ആര്യ പള്ളമാണ്. ആര്യ പള്ളമാണ് കാതുമുറി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.